പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടുത്തിടെ UK സന്ദർശിച്ചപ്പോൾ ശ്രദ്ധേയമായ ഒരു ചിത്രമുണ്ട്. പ്രധാനമന്ത്രിയുടേതല്ല, മറിച്ച് അദ്ദേഹത്തിന്റെ തൊട്ടുപിന്നിൽ നിൽക്കുന്ന ഒരു വനിതാ ഉദ്യോഗസ്ഥയുടെ ചിത്രമായിരുന്നു അത്. പ്രധാനമന്ത്രിയെ സംരക്ഷിക്കാൻ ചുമതലപ്പെടുത്തിയിരിക്കുന്ന ഇന്ത്യയിലെ ഏറ്റവും ഉന്നത സുരക്ഷാ സേനയായ സ്പെഷ്യൽ പ്രൊട്ടക്ഷൻ ഗ്രൂപ്പിലെ ആദ്യത്തെ വനിതാ ഓഫീസറായ അദാസോ കപേസ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സുരക്ഷയിൽ വിന്യസിക്കപ്പെട്ട ആദ്യത്തെ വനിതാ കമാൻഡോ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സുരക്ഷയിൽ ഉണ്ടായ ചരിത്രപരമായ മാറ്റത്തിലെ കഥാപാത്രം. മണിപ്പൂരിലെ സേനാപതി ജില്ലയിലെ കൈബി എന്ന ചെറിയ ഗ്രാമത്തിൽ താമസിക്കുന്ന ഇൻസ്പെക്ടർ അദാസോ കപേസ രാജ്യത്തെ ഏറ്റവും അഭിമാനകരമായ സുരക്ഷാ യൂണിറ്റായ സ്പെഷ്യൽ പ്രൊട്ടക്ഷൻ ഗ്രൂപ്പിൽ ചേർന്നുകൊണ്ട് ചരിത്രം സൃഷ്ടിച്ചിരിക്കുകയാണ്. കറുത്ത സ്യൂട്ടും ഇയർപീസും ധരിച്ച് പ്രധാനമന്ത്രിയുടെ പിന്നിൽ ആത്മവിശ്വാസത്തോടെ നിൽക്കുന്ന അദാസോ കപേസയുടെ ചിത്രം സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു. മണിപ്പൂരിലെ മാവോ നാഗ ഗോത്രത്തിൽ പെട്ടയാളാണ് അദാസോ കപേസ. ലളിതമായ പശ്ചാത്തലവും പരിമിതമായ വിഭവങ്ങളുമുള്ള ഒരു ഗ്രാമത്തിൽ നിന്നുള്ള അദാസോ കുട്ടിക്കാലം മുതൽ വലിയ സ്വപ്നങ്ങൾ കണ്ടു. ഒരു പ്രാദേശിക സ്കൂളിൽ നിന്ന് പഠനം പൂർത്തിയാക്കിയ അവർ പിന്നീട് സശസ്ത്ര സീമാബലിൽ ചേർന്നു. ഉത്തരാഖണ്ഡിലെ പിത്തോറഘട്ടിലെ SSBയുടെ 55ാമത് ബറ്റാലിയനിൽ ഇൻസ്പെക്ടർ ആയി നിയമിതയായി. അവരുടെ കഠിനാധ്വാനം, അച്ചടക്കം, നേതൃത്വപരമായ കഴിവുകൾ എന്നിവയുടെ അടിസ്ഥാനത്തിൽ അവർ SPGയിൽ ഇടം നേടി. SPGയിൽ ചേരുക എന്നത് എളുപ്പമുള്ള കാര്യമല്ല. പ്രധാനമന്ത്രിയുടെയും കുടുംബത്തിന്റെയും സുരക്ഷയ്ക്ക് മാത്രം ഉത്തരവാദിത്തമുള്ള ഇന്ത്യയിലെ ഏറ്റവും ഉന്നത സുരക്ഷാ വിഭാഗമാണിത്. SPGയിൽ തിരഞ്ഞെടുക്കുന്നതിന് ആയുധ പരിശീലനം, ആയോധന കലകൾ, ബോംബ് നിർവീര്യമാക്കൽ, രഹസ്യ ദൗത്യങ്ങൾക്കുള്ള തയ്യാറെടുപ്പ് എന്നിവ ഉൾപ്പെടെ കഠിനമായ ശാരീരികവും മാനസികവുമായ പരീക്ഷണങ്ങളിലൂടെ കടന്നുപോകേണ്ടതുണ്ട്. 2020 അദാസോ SPG കമാൻഡോ പരിശീലനം പൂർത്തിയാക്കി. 2024 പ്രധാനമന്ത്രിയുടെ പ്രധാന സുരക്ഷാ സംഘത്തിൽ ചേർന്നു. ഈ രീതിയിൽ പുരുഷാധിപത്യമുള്ള ഒരു രാജ്യത്തെ സ്ത്രീകൾക്ക് കപേസ ഒരു മാതൃകയായി. SPGയിൽ അദാസോ കപേസയെ വിന്യസിച്ചത് അവരുടെ വ്യക്തിപരമായ വിജയം മാത്രമല്ല, ഇന്ത്യയുടെ സുരക്ഷാ സംവിധാനത്തിൽ സ്ത്രീകളുടെ വർദ്ധിച്ചുവരുന്ന പങ്കാളിത്തത്തിന്റെ പ്രതീകം കൂടിയാണ്. അവരുടെ ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ ചർച്ചാ വിഷയമായി. പ്രത്യേകിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സമീപകാല ബ്രിട്ടൻ സന്ദർശന വേളയിൽ ആളുകൾ അവരെ നാരീശക്തി എന്നും ദേശീയ അഭിമാനമെന്നും വാഴ്ത്തുന്നു. പ്രത്യേകിച്ച് മണിപ്പൂരിലെയും വടക്കു കിഴക്കൻ ഇന്ത്യയിലെയും ജനങ്ങൾ അവരുടെ നേട്ടത്തിൽ അഭിമാനിക്കുന്നുണ്ട്. കൃത്യത, രഹസ്യാത്മകത, ഉയർന്ന ഉത്തരവാദിത്വമുള്ള നിയമനങ്ങൾ എന്നിവയ്ക്ക് പേരുകെട്ട SPG അതിന്റെ ഉദ്യോഗസ്ഥരെ കുറിച്ച് വളരെ അപൂർവമായി മാത്രമേ വാർത്തകളിൽ ഇടം നേടുന്നുള്ളൂ. എന്നാൽ കപേസയുടെ ഉൾപ്പെടുത്തൽ അത് തന്നെ ചെയ്തു. മാനദണ്ഡങ്ങളെ വെല്ലുവിളിക്കുകയും ഉന്നത സുരക്ഷാ തസ്തികകളിൽ കരിയർ ലക്ഷ്യമിടുന്ന ഇന്ത്യയിൽ ഉടനീളമുള്ള സ്ത്രീകൾക്ക് ശക്തമായ ഒരു മാതൃക സൃഷ്ടിക്കുകയും ചെയ്തു. സുരക്ഷയിൽ മുൻപന്തിയിൽ നിൽക്കുന്ന സ്ത്രീകളുടെ ഒരു ആഗോള ലീഗിൽ കപേസയും ചേരുന്നു. മുൻ US സീക്രട്ട് സർവീസ് ഡയറക്ടർ കിംബർലി ചീറ്റിൽ 30 വർഷത്തെ കരിയറിൽ ട്രെയിനിയിൽ നിന്ന് US സീക്രട്ട് സർവീസിന്റെ ഡയറക്ടറായി ഉയർന്നു. മുൻ പ്രസിഡന്റ് ട്രംപിനെതിരായ പരാജയപ്പെട്ട വധശ്രമത്തിന് ശേഷം അവർ രാജിവെച്ചു എങ്കിലും അവർ നേതൃത്വത്തിന്റെ ഒരു ശാശ്വത പാരമ്പര്യം അവശേഷിപ്പിച്ചു. അദാസോ കപേസെ പോലുള്ള സ്ത്രീകൾ തെളിയിക്കുന്നത് ഉന്നത സുരക്ഷാ റോളുകൾ ഇനി ലിംഗഭേദം കൊണ്ടല്ല, മറിച്ച് മികവ്, പൊരുത്തപ്പെടുത്തൽ, ധൈര്യം എന്നിവ കൊണ്ടാണ് നിർവചിക്കപ്പെടുന്നത് എന്നാണ്. ഇന്ത്യ അതിന്റെ സുരക്ഷാ ഉപകരണം പുനർനിർവചിക്കുമ്പോൾ കപേസ പ്രധാനമന്ത്രിയുടെ പിന്നിൽ മാത്രമല്ല, മാറ്റത്തിന്റെ മുൻപന്തിയിലും ഉയർന്നു നിൽക്കുകയാണ്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.